എല്ലാ വീക്കെൻഡ്സും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം മാത്രമായിരിക്കില്ലല്ലോ. ചില വീക്കെൻഡ്സിൽ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരെ കെയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ചെറിയ ബ്രേക്സ് എടുക്കേണ്ടി വരും. ചില ജോലികളിൽ നിന്ന് ചില ബ്രേക്സ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ ഈ വീക്കെൻഡ് എങ്ങനെയാണ് പോയതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ടു മൈ വീഡിയോ, വെൽക്കം ടു മൈ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗാർഡൻ ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. ഓൾമോസ്റ്റ് ഒരു മാസമായിട്ട് എൻ്റെ ഗാർഡൻ ഞാൻ ഒന്നും നോക്കാറില്ലായിരുന്നു. അപ്പോൾ ഈ ആഴ്ച സാറ്റർഡേ ആൾക്കാരെ വിളിച്ചിട്ട് ഗാർഡൻ ഒന്ന് മേക്ക് ഓവറല്ല, ഒന്ന് നീറ്റാക്കാം, ഒന്ന് ക്ലീൻ ചെയ്തിടാം എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഫുൾ ലോണായിരുന്നു വച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹാഫ് ലോണും ഹാഫ് പെബിൾസും ഇടാനായിട്ടാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ പേര് അനി എന്നാണ്. പുള്ളിയാണ് വന്ന് ചെയ്തു തരുന്നത്. അപ്പോൾ ഗാർഡനൊക്കെ ഒന്ന് നീറ്റ് ചെയ്ത് പെബിൾസൊക്കെ ഒന്നിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കിളിമാനൂരിൽ നിന്നും നെടുമങ്ങാട് നിന്നും ഒക്കെ എടുത്ത പെബിൾസ് ചാക്കിലാക്കി താഴെ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് നീറ്റായിട്ടൊന്ന് പേവ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അനിയെ വിളിച്ചത്. അനി ഇൻ ദ പ്രോസസ് ഓഫ് ഗാർഡൻ മേക്ക് ഓവർ ആണ്. ഇതിപ്പോൾ ഗാർഡൻ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള വീഡിയോ ആണേ. അങ്ങ് അറ്റം ആ ബ്ലാക്ക് കളറിലിരിക്കുന്നത് അവിടെയും പെബിൾസ് വേണം. ഞങ്ങൾ ഓൾമോസ്റ്റ് 65 sacks ഓഫ് പെബിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തികഞ്ഞില്ല. ഇനിയും ഒരു 20 ചാക്കും കൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ വന്ന് അനി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഗാർഡൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഈ ഭാഗത്ത് മറ്റേ കാട് പിടിച്ച് കിടന്നില്ലേ, അവിടെ അനൂപ് പറഞ്ഞു ചെറിയ ഈ മെറ്റൽ ചിപ്സ് ഉണ്ടല്ലോ അത് ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് അങ്ങ് കാട് കയറി വരില്ല. അപ്പോൾ അതും കൂടെ അങ്ങിട്ടു. ആഫ്റ്റർ കളപറിക്കൽ ആൻഡ് മേക്ക് ഓവർ എൻ്റെ ഗാർഡൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. ഞങ്ങൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ അമ്പലമുക്കിലേക്കൊന്ന് പോവും, അമ്മയുടെ അടുത്തേക്ക് പോവും. അമ്മയ്ക്ക് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ എണീറ്റപ്പോഴായിരുന്നു അത് ഓബ്വിയസ് ആയത്. മുഖത്തും ബോഡിയിലുമെല്ലാം ഒരുമാതിരി ഇച്ചി റാഷസും ഒരുമാതിരി ബംസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇതൊക്കെ വച്ചു, കോൾഡ് കംപ്രസ്സൊക്കെ വച്ചു. ബംസ് ഒന്ന് കുറഞ്ഞെങ്കിലും ഇച്ചിനെസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കവിടെ ഗാർഡനേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല. അമ്മ പറഞ്ഞിരുന്നു രാവിലെ വരണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുമല്ല മാത്രമല്ല, ഞാൻ നോക്കിയപ്പോൾ അമ്മയ്ക്ക് വായിലൊന്നും ഇച്ച്നെസ് ഒന്നും ഇല്ല. അതെനിക്ക് തോന്നുന്നു എന്തോ ഒരു അലർജിയാണ് അമ്മയ്ക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുമ്പോൾ മൈലോക്ക് മിൽക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾ നേരെ അമ്പലമുക്കിലേക്ക് പോവുകയാണ്. അമ്മയ്ക്ക് ഇച്ച്നെസ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. ഇച്ച്നെസ് കുറഞ്ഞോ ഇല്ലെന്നൊന്നും നോക്കിയില്ല. വൈകിട്ടായപ്പോൾ അമ്മ എന്തായാലും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ വിശേഷം ഞാൻ വഴിയെ പറയാം. ഇതിപ്പോൾ ഞാനും അനൂപും കൂടെ അനൂപിൻ്റെ വീട്ടിലേക്കൊന്ന് പോവുകയാണ്. കുറേ നാളായി ഞാൻ അച്ഛനെയും അമ്മയും കണ്ടിട്ട്, അവിടെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഒന്ന് അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് അനൂപിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നെട്ടയത്താണ് അനൂപിൻ്റെ വീട്. ഇതാണ് അനൂപിൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് രവികുമാരൻ നായർ എന്നാണ്. അച്ഛൻ ഗുജറാത്തിലെ ആനിമൽ ഹസ്ബൻഡറിയിൽ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു. ഇത് അമ്മയുടെ പേര് ഷീല. അമ്മ ഹൗസ് വൈഫാണ്. ഇത് അനൂപിൻ്റെ ബ്രദറാണ്.
ചേട്ടൻ്റെ പേര് റിതേഷ് എന്നാണ്. അനൂപിൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയാണത്. അപ്പുറത്തേക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. അമ്മയുടെ അടുത്ത് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നോൺ വെജ് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഞങ്ങൾ തമ്പാനൂരുള്ള ആര്യ നിവാസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആര്യ നിവാസ്. അവിടെയൊക്കെയാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ചോലെ ഭട്ടൂരെ കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. പോയി. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെയായിരുന്നു, സ്കിൻ സ്പെഷ്യലിസ്റ്റ്. ശാസ്ത്രങ്ങൾക്കാണ് ചേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫുഡ് അലർജി ആയിരിക്കാം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അമ്മയ്ക്ക് 7 days ഒരു കോഴ്സ്, ഒരു ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? 7 days അല്ലേ? 7 days ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് യൂറിൻ ആൻഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതാണ് അപ്ഡേറ്റ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഓഡിയോ ക്ലിയർ ആയോന്ന് അറിയില്ല. അമ്മയെ ശാസ്ത്രമംഗലത്തുള്ള ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് കാണിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. ഇച്ചിങ്ങൊക്കെ മാറിയോ? ഞാനും അനൂപും വെള്ളനാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കലാമിൻ ലോഷൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് 2-3 പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ അമ്മയുടെ ഇച്ച്നെസ് ഒക്കെ കുറഞ്ഞു. അമ്മ സെക്കൻഡ് ഡേ പെർഫെക്റ്റ്ലി ഫൈനാണ്. അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് സൺഡേ ആണ്. സൺഡേ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അനൂപ് എൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞു നമുക്കൊരു ചെറിയ ഔട്ടിങ്ങിനൊന്ന് പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞു. ഇറങ്ങിയത് വെറുതെ ഒന്ന് കറങ്ങാനാണെങ്കിലും അനൂപ് നേരെ കൊണ്ടുപോയത് ബാലരാമപുരം ആ ഏരിയയിലേക്കാണ്. അവിടെ ഈ സൈഡിൽ ചട്ടിയും ടെറാക്കോട്ട ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടേക്കാണ് പോയത്. ഈ അമ്മ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് അമ്മയെ കൈ പിടിക്കുമ്പോൾ അമ്മ ബാക്കിലോട്ട് വലിയും. റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാൻ അമ്മ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഞാൻ. ഞങ്ങൾ ആദ്യം പോയത് ഈ പുള്ളിയുടെ കടയിലാണ്. അവിടെ ഭരണി ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഭരണി വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അമ്മ ഓൾറെഡി 2 സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മോൾ ഓഫ് ട്രാവൻകൂറിൽ ഹോട്ടൽ ആസാദിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് പോലെ, ഈ ടെറാക്കോട്ടയിൽ പ്ലേറ്റ്സ് പോലെ കണ്ടിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ പുള്ളിയുടെ അടുത്ത്, നേരത്തെ കണ്ട പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ ഇല്ല, ഈ കടയിലുണ്ടെന്ന് പറഞ്ഞു. ഈ കടയിൽ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ കാണിച്ചതെല്ലാം ഇങ്ങനത്തെ ഒരു ഡിഷസ് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പ്ലേറ്റ്സ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ അത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് 4 ഈ സ്നാക്സ് സെർവ് ചെയ്യുന്ന ടൈപ്പിലുള്ള ബോൾസ് 4 എടുത്തു. അത് മാത്രമേ എടുത്തുള്ളൂ. അവിടെ പ്ലേറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ സെർവിങ് ഡിഷസ് എനിക്ക് വേണ്ടായിരുന്നു. അതുമല്ല ചട്ടിയൊക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചട്ടിയൊന്നും ആവശ്യമില്ലായിരുന്നു. ആ 4 സ്നാക്സ് സെർവിങ് ബോൾസ് മാത്രമാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് എടുത്തത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ മറ്റേ ആ പുള്ളിയുടെ നേരത്തെ വന്ന ഭരണി എടുത്ത ആ പുള്ളിയുടെ ഷോപ്പിലേക്ക് വന്നു. അവിടെ നിന്ന് അമ്മ 2-3 ചട്ടി എടുത്തു എന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ചട്ടി വേണമായിരുന്നു. അങ്ങനെ 2-3 ചട്ടി എടുത്തു. ഇവിടെ ഞാൻ അന്ന് തഞ്ചാവൂരിൽ നിന്ന് ഒരു ആനയും മേടിച്ചില്ല. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ആ ആന ആ കളറിലുള്ള ബ്ലാക്ക് കളറിലുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് ഇതുപോലത്തെ 2 വാസ് എടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കളറ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിക്കിൻ്റെ കൂടെ ഞാൻ ആദ്യം ഓക്കെ കളർ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഈ പോട്ടിൽ ആദ്യം ഈ കളർ ചെയ്തു. പിന്നീടാണ് ഞാൻ വിചാരിച്ചത് ബ്രിക്കിൻ്റെ കൂടെ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് കളറായിരിക്കും നല്ലതെന്ന് വിചാരിച്ചു. പക്ഷേ ഓൾറെഡി ഈ പുള്ളി ഈ കളറ് അതിലടിച്ചു പോയി. അപ്പം ഇനി ബ്ലാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഇത് തന്നെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനത്തെ 2 വാസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. ബാലരാമപുരം വഴി പോകുന്നവരുണ്ടെങ്കിൽ
ഈ പുള്ളിയുടെ ഷോപ്പിലൊന്ന് നിർത്തണം കേട്ടോ. പുള്ളി റീസണബിൾ ആയിട്ടാണ് തരുന്നത്. ഇത് രണ്ടും പെയിൻറ്റ് ചെയ്തു. അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുകയും ചെയ്തു. വിത്തിൻ 5 minutes അത് ഉണങ്ങുകയും ചെയ്തു. ടെറക്കോട്ട ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു പാരഡൈസ് ആണ് ഈ ഭാഗം, ഈ ബാലരാമപുരം, ഈ റോഡ് സൈഡിലുള്ള ഈ ഒരു സ്ട്രീറ്റ് ഷോപ്സ്. കുറച്ച് ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ 2 പോട്ട്സ് ഇരിക്കുന്നുണ്ട്, ഈ 2 പോട്ട്സ്. അപ്പോൾ അത് ഗാർഡനിലേക്ക് വയ്ക്കാൻ നല്ലതാണെന്ന് തോന്നി, അത് ഞാൻ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വെടിവെച്ചാൻ കോവിലെത്തി. അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര ദാഹം എനിക്കും അമ്മയ്ക്കും. അപ്പോൾ അതിന് ഇളനീരൊക്കെ മേടിച്ച് തന്നു. അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി കുറച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനിമാമനും അമ്മായിയും വന്നു. വീച്ചേട്ടനും ജയം വന്നു. ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. വീച്ചേട്ടനും ജയം ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വെള്ളനാട്ടേക്ക് വന്നു. ഇത് ഞാൻ ഇന്നലെ മേടിച്ച സാധനങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ എടുത്ത ആ സ്നാക്ക് സെർവിങ് ബോൾ 4 എണ്ണം. പിന്നെ എടുത്ത പോട്ട്സ്, കളർ ചെയ്ത പോട്ട്സ്, പിന്നെ ഗാർഡനിൽ വെക്കാനുള്ള 2 പോട്ട്സ്. അത് കൂടാതെ ഞാൻ അവിടെ ഒരു ബ്ലൂ കളർ ഒരു പോർസലൈൻ പോട്ടും കൂടെ കണ്ടു. അപ്പോൾ ഇതും കൂടെ ഞാൻ എടുത്തു എൻ്റെ ഫ്രണ്ട് റൂമിൽ വെക്കാനായിട്ട്. എന്തെങ്കിലും ഇൻഡോർ പ്ലാന്റ് വെക്കാമല്ലോ. അപ്പോൾ ഇതും കൂടെ എടുത്തു. ഇതായിരുന്നു എൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരയ്ക്കും അഡിയോസ്, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.